ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിലും ക്ലബ്ബുകളിലും നടത്തുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ആണ്. ഓൾറെഡി നമ്മൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് 4-ാമത്തെ വീഡിയോ ആണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വെറുതെ ചോദ്യവും ഉത്തരവും മാത്രം പറഞ്ഞു പോകുന്നതല്ല നമ്മുടെ ക്ലാസ്സുകൾ. നമ്മൾ ഒരു ചോദ്യം പറയും, അതിന്റെ ഉത്തരം പറയും, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ശേഷം മാത്രമേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണാനിരിക്കുമ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു നോട്ട് ബുക്കും പേനയും എടുത്തിരിക്കുക. പ്രധാനപ്പെട്ടതായി തോന്നുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ ക്വിസ് മത്സരത്തിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരള ഭൂമിശാസ്ത്രവും പരിസ്ഥിതിയും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ്. 15 ചോദ്യങ്ങൾ മാത്രമല്ല, ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30-40 ചോദ്യങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ ലഭിക്കും. എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് ക്ലാസ് കേൾക്കാൻ റെഡി ആയിരിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ എല്ലാ വീഡിയോയിലും ഉണ്ടാവുന്നത് പോലെ തന്നെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സിനെ നമ്മൾ ഈ വീഡിയോയിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീഡിയോയുടെ അവസാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിപ്പോകും. ഈ വീഡിയോയുടെ അവസാനമാണ് ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ അതുകൊണ്ട് മുഴുവനായി കാണുക. അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: റാംസർ കൺവെൻഷൻ ഒപ്പുവെച്ച വർഷം ഏതാണ്? റാംസർ കൺവെൻഷൻ ഒപ്പുവെച്ച വർഷം. ഉത്തരം 1971. അതായത് റാംസർ കരാർ ഒപ്പുവെച്ച വർഷം 1971. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. 1971 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ ഒരു റാംസർ ഉടമ്പടി അല്ലെങ്കിൽ റാംസർ കരാറിൽ എല്ലാവരും ഒപ്പുവെക്കുന്നത്. എന്താണ് ഈ ഒരു ഉടമ്പടി? അതായത് തണ്ണീർത്തടങ്ങൾ അഥവാ വെറ്റ്ലാൻഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ് ഈ ഒരു റാംസർ കരാർ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി 2, 1971 ഒപ്പുവെച്ചത്. അതുകൊണ്ട് ആ ഒരു ഫെബ്രുവരി 2 എല്ലാ വർഷവും ഫെബ്രുവരി 2-ാം തീയതി ലോക തണ്ണീർത്തട ദിനം അല്ലെങ്കിൽ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നുണ്ട്. അതുകൂടി ഓർത്തിരിക്കുക. ഏതൊരു കരാറിനെ പറ്റി പഠിക്കുമ്പോഴും നമ്മൾ അത് ഒപ്പുവെച്ച സ്ഥലം കൂടി പഠിക്കണം, അല്ലെങ്കിൽ ആ ഒരു കരാർ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് കൂടി പഠിക്കണം. നമ്മൾ സാധാരണ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുമ്പോൾ അതൊരു സ്ഥലത്ത് നിന്നുണ്ടായി. പാരീസ് അഗ്രിമെന്റ് ആണെങ്കിൽ അത് പാരീസിൽ നിന്ന്, മോൺട്രിയൽ പ്രോട്ടോകോൾ ആണെങ്കിൽ അത് കാനഡയിൽ നിന്നാണ് ഉണ്ടായത്. അതുപോലെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ പറയാറുണ്ട്. ക്യോട്ടോ പ്രോട്ടോകോൾ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റാംസർ സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു റാംസർ ഉടമ്പടി എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? ഇറാനിലെ റാംസർ എന്ന നഗരത്തിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇറാനിലെ റാംസർ എന്ന നഗരത്തിൽ 1971 ഫെബ്രുവരി 2-ലാണ് ഒപ്പുവെച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആചരിക്കുന്നു എന്ന് കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം: ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ഏത്? ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് കടക്കാം. ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം 1997. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൽ ഒപ്പുവെക്കുന്നത്. അവിടെയാണ് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. 1997 ഡിസംബർ 11-നാണ് ഇതിൽ ഒപ്പുവെച്ചതെങ്കിൽ കൂടി 2005 ഫെബ്രുവരി 16-നാണ് ഔദ്യോഗികമായി ഇത് നിലവിൽ വന്നത്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1997-ലാണെന്നും അത് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16-നാണെന്നും ഓർത്തിരിക്കുക. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: NGT സ്ഥാപിതമായ വർഷം ഏതാണ്? NGT സ്ഥാപിതമായ വർഷം.
ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് കടക്കാം. NGT സ്ഥാപിതമായത് 2010 ഇനി NGTയുടെ ഫുൾ ഫോം കൂടി അറിഞ്ഞിരിക്കുക. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. എന്താണ് ഈ ഒരു NGT എന്ന് പറയുന്നത്? പരിസ്ഥിതി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി 2010 ഇന്ത്യയിൽ സ്ഥാപിതമായ പ്രത്യേക കോടതിയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന NGT. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010, അതായത് ഈ ഒരു ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ NGT നിലവിൽ വന്നത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിക്കാം. ഉത്തരം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010. അപ്പൊ ഇത്രയും കാര്യങ്ങൾ NGTയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. വീഡിയോയിലെ 4ാമത്തെ ചോദ്യം, ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് എന്നാണ്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്ന വർഷമേത്? ഉത്തരം 2002. ജൈവ വൈവിധ്യ നിയമം അല്ലെങ്കിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്നത് 2002. അതായത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസാക്കിയ വർഷം 2002. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഇന്ത്യയിലെ ജൈവ സമ്പത്തും പരമ്പരാഗത അറിവുകളും വിദേശ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഈ ഒരു ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002ന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. വീഡിയോയിലെ 5ാമത്തെ ചോദ്യം, CPCB രൂപീകരിച്ച വർഷം ഏതാണ്? CPCB രൂപീകരിച്ച വർഷം. ഉത്തരം 1974. CPCB രൂപീകരിച്ച വർഷം 1974. CPCBയുടെ ഫുൾ ഫോം കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നാണ് CPCBയുടെ ഫുൾ ഫോം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. മലയാളത്തിൽ ഇതിനെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് കൂടി പറയാറുണ്ട്. വീഡിയോയിലെ 6ാമത്തെ ചോദ്യം, കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ക്വിസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കൂടനാണ്. കല്ലേൻ പൊക്കൂടൻ എന്ന വ്യക്തിയാണ് കണ്ടൽ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലും കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച ഒരു മനുഷ്യനാണ് കല്ലേൻ പൊക്കൂടൻ. അതുകൊണ്ടാണ് അദ്ദേഹം കണ്ടൽ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. +1 +2 പഠിക്കുന്ന കുട്ടികൾക്കറിയാം, അവരുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഇദ്ദേഹത്തെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കൂടൻ. വീഡിയോയിലെ 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ യഥാർത്ഥ പേരെന്താണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ യഥാർത്ഥ പേരെന്ത്? ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ യഥാർത്ഥ പേര് വെസ്റ്റേൺ ഗാഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്നാണ്. WGEEP എന്നാണ് ഇതിനെ പറയാറ്. ചിലപ്പോൾ ക്വിസിൽ ഇത് നേരെ തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട്. WGEEPയുടെ ഫുൾ ഫോം എന്താണ്? വെസ്റ്റേൺ ഗാഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. മലയാളത്തിൽ ഇതിനെ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി എന്ന് വിളിക്കാറുണ്ട്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ ഇതിന്റെ അധ്യക്ഷനായതിനാലാണ് ഇതിനെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന പേരിൽ വിളിക്കുന്നത്. വീഡിയോയിലെ 8ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 2001 ഇത് ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ തെന്മല എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അറിയാത്തവർക്ക് വേണ്ടി പറയാം. കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തെന്മല ഇക്കോ ടൂറിസം പ്രൊജക്ട് ആണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി. ആരംഭിച്ച വർഷം കൂടി ഓർത്തിരിക്കുക, 2001. വീഡിയോയിലെ 9ാമത്തെ ചോദ്യം, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരാണ്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത് ആര്? ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആരംഭിച്ചത്
കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയും നോബൽ സമ്മാന ജേതാവുമായ വങ്കാരി മാതായിയാണ് സ്ത്രീ ശാസ്ത്രീകരണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണവും ദാരിദ്ര്യ നിർമ്മാണവും ലക്ഷ്യമിട്ട് ആഫ്രിക്കയിലുടനീളം ദശലക്ഷക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കിയ ഒരു ജനകീയ പ്രസ്ഥാനമാണ് ഈ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അധികം പഠിക്കേണ്ടതില്ല. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരാണ് എന്ന് പഠിക്കുക. വാങ്കാരി മാതായിയാണ് അത് സ്ഥാപിച്ചത്. മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആരംഭിച്ചത് 1977 അത് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇംഗ്ലീഷ് പുസ്തകത്തിലുള്ളതായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, ദ ഫാൾ ഓഫ് എ സ്പാരോ, ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സാലിം അലി. എ ഫാൾ ഓഫ് എ സ്പാരോ അല്ലെങ്കിൽ ഒരു കുരുവിയുടെ പതനം എന്നത് സാലിം അലിയുടെ ആത്മകഥയാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജാദവ് പായങ് ആണ്. ജാദവ് പായങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ജാദേവ് പായങ് സൃഷ്ടിച്ച കാട് ഏതാണ്? ജാദേവ് പായങ് അഥവാ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം സൃഷ്ടിച്ച കാട് ഏതാണ്? ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജാദേവ് പായങ് ഒറ്റയ്ക്ക് വച്ചുപിടിപ്പിച്ച് നിർമ്മിച്ച വനമാണ് മൊളായ് വനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൊളായ് ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് എന്നുകൂടി ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആ ഒരു പേര് ലഭിച്ചതിന് കാരണം ഇതാണ്. ആസാമിൽ ഇദ്ദേഹം 1360 ഏക്കറാണ് ഈ ഒരു വനം ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. വനത്തിന്റെ പേര് മറക്കരുത്, മൊളായ് ഫോറസ്റ്റ്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം, വൺ സ്ട്രോ റെവല്യൂഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് ആര്? പ്രശസ്ത ജാപ്പനീസ് കർഷകനും തത്വശാസ്ത്രജ്ഞനുമായ മസനോബു ഫുക്കുവോക്കയാണ് വൺ സ്ട്രോ റെവല്യൂഷൻ അല്ലെങ്കിൽ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത്. 1975 ജാപ്പനീസ് ഭാഷയിലാണ് ഇദ്ദേഹം ഈ ഒരു പുസ്തകം രചിച്ചത്. ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതായത് മസനോബു ഫുക്കുവോക്ക എന്ന് പറയുന്നത് നാച്ചുറൽ ഫാമിംഗ്, അതായത് പ്രകൃതിദത്തമായ കൃഷിരീതിക്ക് പേരുകേട്ട ഒരു ജാപ്പനീസ് കർഷകനും തത്വശാസ്ത്രജ്ഞനുമാണ്. അപ്പോൾ നാച്ചുറൽ ഫാമിങ്ങിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് മസനോബു ഫുക്കുവോക്കയാണ്. അതുകൂടി ക്വിസ് മത്സരത്തിൽ പ്രധാനപ്പെട്ടതാണ്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, IPCCയുടെ പൂർണ്ണ രൂപം എന്താണ്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. IPCCയുടെ പൂർണ്ണരൂപം ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ താഴെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, 15ാമത്തെ ചോദ്യം, ഓസോൺ പാളിയുടെ തിക്നെസ് അളക്കുന്ന, അതായത് ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓസോൺ പാളിയുടെ തിക്നെസ് അളക്കുന്ന യൂണിറ്റ് ഏത്? നമുക്കെല്ലാവർക്കും അറിയാം, നീളത്തെ അളക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. മില്ലിമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ എന്നിവ. അതിൽ തന്നെ ഓസോൺ ലെയറിന്റെ തിക്നെസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. DOBSON യൂണിറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അതായത് ഡോപ്സൺ എന്നാണ് അതിന്റെ സ്പെല്ലിംഗ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഡോപ്സൺ യൂണിറ്റിനെ DU എന്ന് ഷോർട്ട് ഫോം ആയിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ഓസോണിന്റെ തിക്നെസ് അളക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഇനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഇതിന്റെ വിജയിയെയും ഉത്തരവും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? പ്രത്യേകിച്ച് ഉത്തരമായി ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കോക്കനട്ട് ട്രീ അല്ലെങ്കിൽ തെങ്ങാണ് ഇതിന്റെ ഉത്തരം. ഇനി ആരൊക്കെയാണ്
ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിജയികളായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ദർശിത, അനിക PS, പ്രയാഗ് SP, ഭവ്യമി S, അതുപോലെ തന്നെ അദ്വൈത് S, ആയിഷ M, അനാമിക A, ഭാനു മിത്ര R, ധനുഷ, സ്നേഹിത്, ആരാദ്രിക, അതുപോലെ തന്നെ നിതിക K, സ്വാലിഹ, ദിയ മുരളി, N അബ്ദുൾ വദൂദ്, പാർവണ K, ഷാസിൽ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉത്തരവും ഇതേപോലെ കമന്റ് ചെയ്ത വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കും. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.